നമുക്ക് ആദ്യം ഒരു പഴയ വീഡിയോ കണ്ടുവരാം. आप लोग प्रोटेस्ट करने आए हैं, क्या क्या मुद्दा है? इसका मतलब क्या है? जो नहर लगा है, पहले लेंगे आपके वोट, फिर ले जाएंगे मंगलसूत्र और नोट, क्या मतलब है इसका? सर अभी जो रिसेंट कांग्रेस का मैनिफेस्टो आया है ये उससे रिलेटेड सारा हम अपोज कर रहे हैं. कहाँ से आए आप? हम गलगोटिया यूनिवर्सिटी ग्रेटर लोटिया से आए हैं. जैसे सब पे लोगों पे कांग्रेस का लिखा हुआ है, उसको हम बिल्कुल डिनोट कर रहे हैं कि नहीं, बिल्कुल कुछ नहीं है. आपको कांग्रेस के उस पे ही है हम. किस पर? जो जो उन्होंने वादे किए थे उसका कुछ वादों पर है, ठीक है. सर इसमें जो टैक्स वैक्स ले रहे हैं कौन ले रहा है? सर, जो इन्होंने प्रपोज करा है राहुल गांधी ने, क्या प्रपोज किया? सर हेल्थ एंड वेल्थ टैक्सेशन का. हेल्थ टैक्स और वेल्थ. हाँ. और 2 കൊല്ലം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നടന്ന ഒരു പ്രതിഷേധ ധർണയാണ്. ധർണ നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിക്കും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിക്കും എതിരെയാണ്. പ്രതിഷേധം നടത്തുന്നവർ ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ആ യൂണിവേഴ്സിറ്റി JNU പോലെയോ ജാമിയ മിലിയ പോലെയോ ഇന്ത്യയിൽ അത്രയൊന്നും അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം അധികമാരും ശ്രദ്ധിക്കാനും പോയില്ല. മാത്രമല്ല, സാധാരണ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഭരണകൂടങ്ങൾക്കെതിരെയാണ് എപ്പോഴും ഉയരാറുള്ളത്. എന്നാൽ പ്രതിപക്ഷത്തിന് നേരെ ഉയരുന്ന ഇത്തരം പ്രതിഷേധ നാടകങ്ങൾ കൃത്യമായ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്നും അന്ന് തന്നെ വെളിവായിരുന്നു. അന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് അധികം ആർക്കും അറിവില്ലായിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ ആ യൂണിവേഴ്സിറ്റി ലോക പ്രശസ്തമായിരിക്കുകയാണ്. പ്രശസ്തി എന്ന് പറയുന്നതിൽ നല്ലത് കുപ്രശസ്തി എന്ന് പറയുന്നതായിരിക്കും. അതെ, പറഞ്ഞു വരുന്നത് ഗോൽഗോത്തിയാസ് സർവകലാശാലയെ കുറിച്ചാണ്. ഇന്ത്യ സംഘടിപ്പിച്ച ആഗോള AI ഉച്ചകോടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട് നാണം കെട്ട അതേ ഗോൽഗോത്തിയാസ് യൂണിവേഴ്സിറ്റി ഈ ആഴ്ച ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ ഒരു പ്രധാന നാഴികക്കല്ലാവേണ്ട ദിവസങ്ങളായിരുന്നു. ന്യൂഡൽഹിയിൽ നിർമ്മിത ബുദ്ധി അഥവാ AI സംബന്ധിച്ച ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുകയാണ്. 20 രാഷ്ട്ര തലവന്മാർ വിമാനത്തിലെത്തുന്നു. 60-ലധികം മന്ത്രിമാർ, 500-ലധികം AI മേഖലയിലെ പ്രമുഖരും ഒക്കെ പങ്കെടുക്കുന്നു. എല്ലാവരും ഒരേ കാരണത്തിനായി വരികയാണ്: ഇന്ത്യയുടെ AI രംഗത്തെ മുന്നേറ്റങ്ങൾ പരിചയപ്പെടാൻ, നമ്മുടെ AI സ്റ്റാർട്ടപ്പുകളുടെ തിളക്കവും മികവും കാണാൻ. ആദ്യ ദിവസങ്ങൾ സ്റ്റാർട്ടപ്പുകളിലും AI സേവനങ്ങളിലും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം സമ്മേളനം ഇന്ത്യയിലെ എല്ലാ സംഭവങ്ങളെയും പോലെ ഇപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ലോക നേതാക്കളെ സ്വാഗതം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളന വേദിയിലുണ്ടായിരുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചെ തുടങ്ങിയ വലിയ പ്രൊഫൈലുള്ള നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം മാക്രോൺ പ്രധാനമന്ത്രി മോദിയുമായുള്ള ഒരു AI ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 നേതാക്കളും കൈകൾ കൊണ്ട് ഹൃദയത്തിന്റെ രൂപമുണ്ടാക്കുന്ന മനോഹരമായ ചിത്രം. ഇത്രയധികം മീറ്റിങ്ങുകളും പങ്കാളിത്തവും ഉണ്ടായിട്ടും നല്ല വാർത്തകൾ മാത്രം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഏത് വാർത്താ ചാനൽ തുറന്നാലും ഒരേ തലക്കെട്ടാണ് ഈ സമ്മേളനത്തെ കുറിച്ച് വൈറലായത്. AI സമ്മേളനത്തിൽ വലിയ വിവാദം, വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയെ സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കി. അതെ, ഗോൽഗോത്തിയാസ് യൂണിവേഴ്സിറ്റി അങ്ങനെ നാണക്കേടിന്റെ വൈറൽ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സമ്മേളനത്തിൽ നിന്ന് ഒരു സർവകലാശാലയെ ഇങ്ങനെ ഓടിച്ചു വിടുന്നത് ദേശഭക്തിയുടെ പേരിൽ അഭിമാനം പറഞ്ഞു നടക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഈ സർക്കാരിന്റെ അഭിമാനത്തിനും ഒട്ടും നല്ലതല്ല. എല്ലാം തുടങ്ങിയത് സമ്മേളനം 2ാം ദിവസം പിന്നിട്ടതോടെയാണ്. ഡൽഹിക്ക് അടുത്തുള്ള ഗോൽഗോത്തിയാസ് യൂണിവേഴ്സിറ്റി ഒരു റോബോട്ടിക് നായയെ മേളയിൽ പ്രദർശിപ്പിച്ചു. അതിന്റെ പേര് ഒറിയോൺ എന്നായിരുന്നു. 2 കാലിൽ ഇരിക്കുക, നൃത്തം ചെയ്യുക, കരണം മറിയുക തുടങ്ങിയ എല്ലാ സ്റ്റണ്ടുകളും ഈ നായ കാണിച്ചു. ഏറെ ശ്രദ്ധയും നേടി. നമ്മുടെ സർവകലാശാലകൾ ലോകോത്തര സംഭവങ്ങൾ വികസിപ്പിക്കാൻ ശേഷിയുള്ളവരാണെന്ന് സർക്കാരും IT മന്ത്രിയും പോലും ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് അവകാശപ്പെട്ടു. ഈ നായയെ അവതരിപ്പിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി അവകാശപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും കൃത്യതയും ശേഷിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമുള്ള റോബോട്ടാണ് ഒറിയോൺ എന്നായിരുന്നു. പക്ഷേ എന്തായിരുന്നു യാഥാർത്ഥ്യം? ഈ നായ ചൈനയിലെ യൂണിട്രി എന്ന കമ്പനിയുടെ കുട്ടികൾക്ക് കളിക്കാനായി നിർമ്മിച്ചു വിൽക്കുന്ന കളിപ്പാട്ടമായിരുന്നു. മാർക്കറ്റിൽ $1600 വാങ്ങും. എന്നാൽ ഗോൽഗോത്തിയാസ് സർവകലാശാല ഈ കളിപ്പാട്ടം ഇറക്കുമതി ചെയ്ത് സ്വന്തമായി വികസിപ്പിച്ചതാണെന്നും പറഞ്ഞ് ഇമാതിരി ഒരു ലോകോത്തര വേദിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കൈയോടെ പിടിക്കപ്പെട്ടിട്ടും തെറ്റ് സമ്മതിക്കാനോ തിരുത്താനോ ആദ്യം മാപ്പ് പറയാനോ യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറായിരുന്നില്ല. അവർ അതിനെ ന്യായീകരിച്ച് തലയൂരാനാണ് ശ്രമിച്ചത്. യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ ആദ്യ വിശദീകരണം ഇങ്ങനെയായിരുന്നു: സാർ, നിങ്ങളുടെ 6 എന്റെ 9 ആകാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ശരിയായി പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. സമയക്കുറവും ചുറ്റുമുള്ള ബഹളവും കാരണം നിങ്ങൾക്കും അത് ചിലപ്പോൾ മനസ്സിലായി കാണില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് പൂർണ്ണമായ ക്ഷമയോടെയല്ല, എല്ലാം വളരെ വേഗത്തിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു. അതിനാൽ കൂടുതൽ വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞു കാണില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശം ശരിയായി മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങളത് സ്വതന്ത്രമായി വികസിപ്പിച്ചതല്ല, പക്ഷെ അതിനെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്കായിട്ടുണ്ട്.
എന്നാൽ വിശദീകരണം സർവകലാശാലയെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയായിരുന്നു. ലോകത്തെ സാങ്കേതിക വിദഗ്ധർ എല്ലാം ഉറ്റുനോക്കുന്ന ഇത്തരം ഒരു വേദിയിൽ ഇമാതിരി ഒരു തട്ടിപ്പ് ഒരു സർവകലാശാല നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാനാവും? സർവകലാശാലയെ പ്രതിനിധീകരിച്ച പ്രൊഫസർ ഇതിനെ ആശയവിനിമയ തകരാറെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. രജിസ്ട്രാർ 2 വാക്കുകൾ തെറ്റി എന്ന് സമ്മതിച്ചു. എന്നാൽ അവരുടെ വിശദീകരണങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇതേ യൂണിവേഴ്സിറ്റി സമ്മേളനത്തിൽ ഒരു ഡ്രോണും പ്രദർശിപ്പിച്ചു. ഗോൽഗോത്തിയാസിൽ തന്നെ പൂർണ്ണമായി എഞ്ചിനീയറിംഗ് ചെയ്തത് എന്നാണ് അതിനെക്കുറിച്ചും അവകാശപ്പെട്ടത്. എന്നാൽ അതും വ്യാജമായിരുന്നു. മാർക്കറ്റിൽ ലഭ്യമായ ഒരു ദക്ഷിണ കൊറിയൻ നിർമ്മിത ഡ്രോണിന്റെ അതേ കോപ്പിയാണ് ഈ ഡ്രോൺ എന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. വിവാദം വലുതായതോടെ നിക്കക്കള്ളിയില്ലാതെ സർക്കാർ ഇടപെട്ടു. ഗോൽഗോത്തിയാസ് പവലിയനിലെ വൈദ്യുതി കട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി കൊള്ളാൻ പറഞ്ഞു. അതോടെ അവസാനം യൂണിവേഴ്സിറ്റി മാപ്പുമായി രംഗത്തെത്തി. സമ്മേളനത്തിൽ സൃഷ്ടിച്ച ആശയക്കുഴപ്പത്തിന് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പവലിയനിൽ നിന്നിരുന്ന ഒരു പ്രതിനിധി തെറ്റായ വിവരമാണ് നൽകിയത്. ഇത്രയും വലിയ വേദിയിലുണ്ടായ ജനസഞ്ചയത്തെ കണ്ടപ്പോൾ അവർ ആ തിരക്കിനിടയിൽ യഥാർത്ഥ പ്രൊഡക്ഷൻ വിശദാംശങ്ങൾ അറിയാതെ പോയതുകൊണ്ടാണ് അത്തരം പരാമർശങ്ങളും തെറ്റായ അവകാശവാദങ്ങളും ഉണ്ടാവാനിടയായത്. എല്ലാവരോടും നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. സ്റ്റാളിൽ നിന്നിരുന്ന പ്രൊഫസറുടെ മേൽ എല്ലാ കുറ്റവും ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് സർവകലാശാല ശ്രമിക്കുന്നതെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. സംഭവം വിവാദമായ ഉടനെ അതിനെ ന്യായീകരിച്ചതെന്തിന്? ആദ്യം മാപ്പ് പറയാത്തത് എന്തുകൊണ്ട്? IT മന്ത്രാലയം എന്തു ചെയ്തു? കേന്ദ്രമന്ത്രി തന്നെ ഈ നായ വലിയ നേട്ടമാണെന്ന രീതിയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട്? എന്നാൽ ഈ തട്ടിപ്പ് നാടകങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ ചിലതും ഉണ്ടായിരുന്നു. ശരിക്കും ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടിയിരുന്നവ. ടെറ റോബോട്ടിക്സ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത അവരുടെ സ്വാൻ M2 എന്ന 4 കാലുള്ള റോബോട്ട് ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ വാണിജ്യ റോബോട്ട്. ഈ വ്യാജന്മാരെ പോലെ ഇറക്കുമതിയോ പകർപ്പോ അല്ല, സ്വന്തമായി വികസിപ്പിച്ചത്. മറ്റൊരു ഉദാഹരണം ബിഗ്ഗോ ഹെൽത്ത് എന്ന സ്റ്റാർട്ടപ്പ് ആയിരുന്നു. സ്വന്തം അമ്മയെ ക്യാൻസർ മൂലം നഷ്ടപ്പെട്ട ഒരു യുവാവിന്റെ സംരംഭം. AI ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സ മെച്ചപ്പെടുത്തുന്നു. രോഗിയുടെ നില, പഴയ കേസുകൾ, ലോകവ്യാപക പഠനങ്ങൾ എല്ലാം നോക്കി ഏറ്റവും ശരിയായ ചികിത്സ നിർദ്ദേശിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ AI ലോകം. $1 ബില്യൺ ചാറ്റ് ബോട്ടുകളല്ല, ജീവിതങ്ങൾ മെച്ചപ്പെടുത്തുന്ന, ആളുകളുടെ ജീവനും ഉപജീവനത്തിനും സഹായിക്കുന്ന AI. ലോകം നോക്കി നിൽക്കുന്നത്, കാത്തു നിൽക്കുന്നത് അതിനായാണ്. എന്നാൽ സംഭവിച്ചത് ആ സമ്മേളനത്തിന്റെ എല്ലാ ശോഭയും ഒരു വ്യാജന്റെ തട്ടിപ്പിന് പിന്നിൽ മറഞ്ഞുപോയി. ഗോൽഗോത്തിയാസ് ചെയ്തത് രാജ്യത്തിന് തന്നെ അപമാനമാണ്. അവരെ മേളയിൽ നിന്ന് പുറത്താക്കുക എന്നതല്ല, അവരുടെ അംഗീകാരം തന്നെ റദ്ദാക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഭരണകൂടവുമായി രാഷ്ട്രീയപരമായി അടുത്തു നിൽക്കുന്ന, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വിദ്യാർത്ഥികളെ അണിനിരത്തുന്ന ഗോൽഗോത്താസിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരോ രാഷ്ട്രീയ നേതൃത്വമോ തയ്യാറാവുമോ? ഗോൽഗോത്തിയാസ് ആദ്യ ദിവസം തങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞത് AI സമ്മിറ്റിൽ ഞങ്ങളുടെ സ്റ്റോളാണ് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചതെന്നാണ്. എന്നാൽ ഇന്നത് ഒഴിഞ്ഞുകിടക്കുകയാണ്. അവരുടെ സ്റ്റോളിലെ പോഡിയത്തിൽ ഉണ്ടായിരുന്ന AI ഉപകരണങ്ങൾ അപ്രത്യക്ഷമായി. ഈ കാഴ്ച മുഴുവൻ രാജ്യത്തിനും തലകുനിയേണ്ട നാണക്കേടാണ്. മൻമോഹൻ സിംഗിന്റെ കാലമായിരുന്നെങ്കിൽ IT മന്ത്രി രാജിവെക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ പരിപാടിയുടെ പ്രതിച്ഛായ തകർന്നു പോയി എന്ന്. അതിന്റെ പ്രധാന തെളിവാണ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് സമ്മിറ്റിനെ പ്രശംസിച്ചിട്ടിരുന്ന റീൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തത്. അതിൽ ഈ റോബോട്ട് ഡോഗിനെ കാണാമായിരുന്നു. അങ്ങനെ രാജ്യത്തിന് അഭിമാനവും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് വൻ സാധ്യതയും ആവേണ്ടിയിരുന്ന ഒരു വലിയ തുടക്കം അവസാനം രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറി. നമ്മുടെ കേരളത്തിൽ സ്കൂളുകൾ നടത്തുന്ന ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ പോലും പ്രദർശിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ കൃത്യമായ സ്ക്രീനിങ്ങും അനുമതിയും നേടിയാണ് അവതരിപ്പിക്കുക എന്നിരിക്കെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഹൈലൈറ്റായി അവതരിപ്പിക്കുന്ന ഈ തട്ടിപ്പ് സംഘാടകർക്ക് മനസ്സിലായില്ല എന്നാണെങ്കിൽ ഇന്ത്യയുടെ AI രംഗത്തെ അവസ്ഥ വലിയ ദുരന്തമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മികച്ച മാതൃകകളെ പിന്തള്ളി ഇത്തരക്കാർ കയറിപ്പറ്റുന്ന രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ അവിശുദ്ധ ഇടപെടലുകളാണെന്നതാണ് യാഥാർത്ഥ്യം. സാങ്കേതിക മേഖലയിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. ശാസ്ത്രവും സാങ്കേതികതയും പോലും കക്ഷി രാഷ്ട്രീയവൽക്കരിക്കൽ. സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും പകരം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മാത്രം വേദിയാകൽ. നമ്മുടെ സർവകലാശാലകളിൽ കൂടുതലും വിരിയിച്ചെടുക്കുന്നത് നാളെയുടെ നൂതന സാങ്കേതിക വിദ്യകളല്ല, പകരം പൊളിറ്റിക്കൽ നേതാക്കളെയാണ്. അതുതന്നെയാണ് ഈ മേഖലയിൽ നമ്മൾ ഏറെ പിന്നിലായതിന്റെ മൂലകാരണവും.